അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ രണ്ടാമത്തെ ബ്രേക്കിംഗ് വാർത്തയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ക്ഷണിക്കുന്നു. റിപ്പോർട്ടർ ബ്രേക്കിംഗ് നമ്പർ 2. PMC പദ്ധതിയുമായി മുന്നോട്ടു പോകാനുള്ള UDF തീരുമാനം മുസ്ലിം ലീഗിന്റെ എതിർപ്പ് മറികടന്ന് UDF യോഗത്തിൽ ലീഗ് വിയോജിപ്പ് അറിയിച്ചിരുന്നു. PMCയിൽ തൽസ്ഥിതി തുടരണമെന്നും ആവശ്യപ്പെട്ടു. അതായിരുന്നു അതിൻ്റെ ന്യായമായിട്ടുള്ള കാര്യം. അവിടെ PK കുഞ്ഞാലിക്കുട്ടി എങ്ങനെ ആവശ്യപ്പെട്ടു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. PMCയുമായി മുന്നോട്ട് പോകുമെന്ന UDF കൺവീനറുടെ പരസ്യ പ്രഖ്യാപനത്തിലും ലീഗിന് അതൃപ്തിയുണ്ട്. ഒരാവശ്യവുമില്ലാതെ ഒരു വള്ളി വാങ്ങിച്ചു വെച്ചു. അതേസമയം PMC നടപ്പാക്കരുതെന്ന് സമസ്ത കാന്തപുരം വിഭാഗം ആവശ്യപ്പെട്ടു. കേരളത്തോടുള്ള വഞ്ചനയെന്നും UDF ചരിത്രത്തിലെ കറുത്ത അധ്യായമായി അടയാളപ്പെടുത്തുമെന്നും SYS കുറ്റപ്പെടുത്തി. VS രഞ്ജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. VS രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. VS രഞ്ജിത്ത്, ഇനി 9 മാസം മാത്രമേ ഈ PMC പദ്ധതിക്ക് ദേശീയ തലത്തിൽ ആയുസുള്ളൂ. അതിനിടയിൽ LDF സർക്കാർ മരവിപ്പിച്ച പദ്ധതി കൊണ്ടുവരേണ്ട ഒരാവശ്യവും നിയമപരമായ ഒരു ബാധ്യതയും സംസ്ഥാന സർക്കാരിന് ഇല്ല എന്നിരിക്കെയാണ് PMC പദ്ധതി നടപ്പാക്കാനുള്ള UDF തീരുമാനം വരുന്നത്. അപ്പോൾ മരവിച്ച ഒരു പദ്ധതിയെ പുനരുജ്ജീവിപ്പിക്കാൻ നടത്തിയ ശ്രമം അത് മുസ്ലിം ലീഗിന്റെ എതിർപ്പ് മറികടന്നാണ് എന്ന വിവരമാണോ പുറത്തു വരുന്നത്? ഇതിന് മുസ്ലിം ലീഗ് വലിയ വില നൽകേണ്ടി വരില്ലേ? ABVP-ക്കാര് ഷംസുദ്ദീൻ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് കത്തയച്ചിട്ടുണ്ട്. BJP-ക്കാര് ഈ മുസ്ലിം ലീഗ് മന്ത്രിയെ കൊണ്ട് നടപ്പാക്കി എന്ന് പറഞ്ഞ് ആഘോഷം തുടങ്ങിയിട്ടുണ്ട്. മുസ്ലിം ലീഗിനെ യഥാർത്ഥത്തിൽ പറ്റിക്കായിരുന്നു ഇവരെല്ലാവരും കൂടി. VS രഞ്ജിത്ത്, ഡോക്ടർ, തീർച്ചയായിട്ടും ഇതിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായി മറുപടി പറയേണ്ടി വരികയും രാഷ്ട്രീയമായി പ്രതിരോധത്തിലാവുകയും ചെയ്യുക മുസ്ലിം ലീഗായിരിക്കും. കാരണം LDF സർക്കാരിന്റെ കാലത്ത് ഇതിനെതിരെ വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും സംഘടിപ്പിച്ചത് മുസ്ലിം ലീഗായിരുന്നു. ഈ കരാർ അറബിക്കടലിലെറിയും എന്ന് പറഞ്ഞാൽ ഈ കരാർ ഒരു കാലത്തും നടപ്പാക്കില്ല എന്ന് വളരെ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത് ലീഗിന്റെ നേതാക്കന്മാരായിരുന്നു. ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ഇപ്പോൾ സെക്രട്ടറി ആയിട്ടുള്ള ഇപ്പോൾ മന്ത്രിയായിട്ടുള്ള KV ഷാജി ഉൾപ്പെടെ വളരെ വ്യക്തമായി അക്കാര്യത്തിൽ നിലപാട് അറിയിച്ചിട്ടുള്ളതാണ്. ആ നിലപാട് മുഴുവൻ വിഴുങ്ങി വേണം ഇപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനത്തെ അംഗീകരിക്കാൻ. അതുകൊണ്ട് തന്നെ ലീഗിനെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കുന്ന ഇത്തരം ഒരു തീരുമാനം, പ്രത്യേകിച്ച് ലീഗിന്റെ ഒരു മന്ത്രിയെ കൊണ്ട് PMC കരാറിൽ ഒപ്പുവെപ്പിച്ചു എന്നുള്ള ബാധ്യത, എന്നുള്ള ചീത്തപ്പേര് അതെല്ലാ കാലത്തും ഉണ്ടാകുമെന്ന് ലീഗിന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നണി യോഗത്തിലും പുറത്തും ലീഗ് വളരെ ശക്തമായി ഈ PMC കരാറുമായി മുന്നോട്ട് പോകുന്നതിനെ എതിർത്തിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാരുമായി കൊമ്പുകോർക്കേണ്ടതില്ല. രാഷ്ട്രീയമായ വിയോജിപ്പുകൾ അത് രാഷ്ട്രീയമായി വിയോജിപ്പുകളായി നിലനിർത്തുക. എന്നാൽ സർക്കാർ തലത്തിൽ സഹകരിച്ചു മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ. അങ്ങനെ കൊമ്പ് കോർത്താൽ അത് ഈ പദ്ധതിയെ മാത്രമല്ല സർക്കാരിനെ മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കും എന്നുള്ള ഒരു പൊതു നിലപാടാണ് മുന്നണിയിൽ ഉണ്ടായത്. അതിനെ ലീഗിന് അംഗീകരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ PMCയുമായി മുന്നോട്ട് പോകും എന്ന് മുന്നണി കൺവീനർ പരസ്യമായി പ്രഖ്യാപിച്ചത് പോലും ലീഗിന് വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ തൽസ്ഥിതി തുടരട്ടെ എന്നുള്ളതാണ് ലീഗിന്റെ നിലപാടായിട്ടുണ്ടായിരുന്നത്. ഏതായാലും കരാറിൽ ഒപ്പുവെച്ചു എന്നുള്ളത് LDF സർക്കാരിന്റെ ബാധ്യതയായിരുന്നു. ഇനി അങ്ങോട്ട് മുന്നോട്ടൊരു സ്റ്റെപ്പ് മുന്നോട്ട് പോകാതെ, ഒരു സ്റ്റെപ്പ് ലീഗിന്റെ ഭാഗത്ത് നിന്ന് മുന്നോട്ടെടുത്ത് വെക്കാതെ, UDF സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മുന്നോട്ടെടുത്ത് വെക്കാതെ ഈ സ്ഥിതി തുടരട്ടെ. അതുകൊണ്ട് കേന്ദ്ര സർക്കാരുമായി ഉടക്കി പോകുന്നൊരു സാഹചര്യമില്ല. അതുകൊണ്ട് LDF സർക്കാർ എടുത്ത തീരുമാനത്തിന് അപ്പുറത്തേക്ക് അതിന് മുന്നോട്ടൊരു പടി വെക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു ലീഗിന്റെ നിലപാട്. അതിന് വിരുദ്ധമായാണ് ഇന്നലെ മുന്നണി കൺവീനർ PMC കരാറിൽ മുന്നോട്ട് പോകും, അതിൽ സർക്കാർ സ്കൂളുകളുടെ പേരുകൾ നൽകും എന്നൊക്കെ മുന്നണി കൺവീനർ തന്നെ പ്രഖ്യാപിച്ചത്. അത് വലിയ അതിർത്തി ലീഗിനുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സമസ്ത കാന്തപുരം വിഭാഗം ഇതിന്റെ ആദ്യ പ്രതികരണം നടത്തിയിരിക്കുന്നു. കേരളത്തോട് കാണിക്കുന്ന വഞ്ചനയാണ്, ഇത് ചരിത്രത്തിൽ ഒരു കറുത്ത അധ്യായമായി അടയാളപ്പെടുത്തപ്പെടും എന്നുള്ളതാണ് കാന്തപുരം വിഭാഗം സമസ്തയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ റഹ്മത്തുള്ള സഖാഫി എളമരം ഫേസ്ബുക്കിൽ ഇന്ന് രാവിലെ തന്നെ കുറിച്ചിട്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വിവരമാണ് VS നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നലെ PMC പദ്ധതിയുമായി മുന്നോട്ടു പോകും എന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് പ്രഖ്യാപിച്ചത് നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് കണ്ടുവരാം. കഴിഞ്ഞ LDF ഗവൺമെന്റ് ആണ് ഈ PMC പദ്ധതിയുമായി ഒപ്പിടാൻ പോയതും ഒപ്പിട്ടത്. ആ MOU ഒപ്പിട്ടു എങ്കിലും ഏതൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നടപ്പാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ തീരുമാനിച്ചു. മുൻ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ അതൊരു തുടർച്ച എന്നുള്ള നിലയിൽ അത് മുമ്പോട്ട് പോകും. കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും ഒരു സംസ്ഥാനത്തിന് ലഭ്യമാകേണ്ട വിവിധ ഫണ്ടുകളുണ്ട്. അത് ആരുടെ ഔദാര്യമായി കിട്ടുന്നതല്ല. അത് ഏറ്റുവാങ്ങുക എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് ഉത്തരവാദിത്വം. പക്ഷേ അത് PMC പദ്ധതി നടപ്പാക്കി വേണമോ എന്നുള്ളതാണ് ചോദ്യം. തമിഴ്നാട് വാങ്ങുന്നില്ലല്ലോ. ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതിൽ അടൂർ പ്രകാശ് പറഞ്ഞത് ഈ ഇടത് സർക്കാർ തുടങ്ങിയ ഒരു പദ്ധതി ഞങ്ങൾ തുടരുന്നു എന്നാണ്.
ഇടത് സർക്കാർ തുടങ്ങിയ പദ്ധതി തുടരാനാണെങ്കിൽ ഇടത് സർക്കാർ അധികാരത്തിലിരുന്നാൽ പോരെ. അന്ന് ഇടത് സർക്കാർ തുടങ്ങി ഈ പദ്ധതിക്കെതിരെ തെരുവിൽ മുദ്രാവാക്യം വിളിച്ച് അടികൊണ്ടത് പാവം MSFകാരാ. അവരുകൊണ്ട് അടിക്കുക ആര് സമാധാനം പറയും? UDF കൺവീനർ വന്നൊക്കെ പ്രഖ്യാപിച്ചിട്ട് പോയാൽ മതി. ലീഗുകാർക്ക് ഇനി മറുപടി പറയേണ്ട ഉത്തരവാദിത്വമാണ്. ആരുടെയൊക്കെ മറുപടി പറയണം? സമസ്തയെടുത്ത് മറുപടി പറയണം, കാന്തപുര വിഭാഗത്തിൽ നിന്ന് മറുപടി പറയണം, തങ്ങൾ കോട്ട് ചെയ്ത ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ മറുപടി പറയണം. NEPയുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ് ഈ PMC പദ്ധതി. ഇനി 9 മാസമേ ഉള്ളൂ. ആ പദ്ധതി നടപ്പിലാക്കിയില്ലെന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പൈസ കിട്ടുമോ ഇല്ലാതിരിക്കുമോ? അത് രണ്ടാമത് പോയി സമരം ചെയ്ത് ആർജവത്തോടു കൂടി പൈസ വാങ്ങുക എന്നുള്ളതാണ്. ഇങ്ങനെ കീഴടങ്ങാൻ വേണ്ടിയാണെങ്കിൽ ഇടത് സർക്കാരായിരുന്നില്ലേ നല്ലത്? ഒരു പ്രേക്ഷകൻ പറയുന്ന പോലെ തലയിൽ മുണ്ടിട്ട് മോദിയുടെ അടുത്ത് പോയി PMCയിൽ ഒപ്പിട്ടത് പിണറായി വിജയനും ശിവൻകുട്ടിയുമാണ്. ഇതൊക്കെ ജനങ്ങൾ നന്നായിട്ട് അറിയാമെന്നേ. അതുകൊണ്ടാണല്ലോ ഇടത് സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം ഉണ്ടാവുകയും CPM അത് തെറ്റാണെന്ന് വിലയിരുത്തുകയും ചെയ്തത്. പക്ഷേ അവിടെ CP എന്ന് പറയുന്ന ഒരു പാർട്ടി എതിർത്തപ്പോൾ അത് കേൾക്കാൻ CPM നിന്നു കൊടുത്തു. ഇട്ട ഒപ്പ് തിരിച്ചെടുത്തു. എന്നിട്ട് മറ്റൊരു ഒപ്പിട്ടിട്ട് ഒരു കത്തയച്ചു. 20 ദിവസത്തിനുള്ളിൽ തന്നെ ആ പദ്ധതിയിൽ നിന്ന് ആ ക്യാപ്റ്റൻ അബൈൻസ് വയ്ക്കണം, അത് നടപ്പാക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്ന മട്ടിലൊരു കത്ത് കേന്ദ്രത്തിന് അയച്ചു. ആ കത്ത് അവിടെ ഇരിക്കുകയല്ലേ? ആ കത്ത് അവിടെ ഇരിക്കുമ്പോൾ ഇപ്പോൾ നടപ്പാക്കാൻ എന്താ നിയമപരമായ ബാധ്യത? ഒരു ബാധ്യതയും ഇല്ല എന്നുള്ളതാണ്. 9 മാസം കൂടെ ഉള്ളൂ. അതിപ്പോൾ ദാന്ന് പറഞ്ഞങ്ങ് പോയേനെ. ലീഗിനെ ചുരുക്കത്തിൽ നിങ്ങളെല്ലാവരും കൂടി പ്രതിക്കൂട്ടിലാക്കി, ലീഗിനെ ബലി കൊടുത്തു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ മറുപടി പറയേണ്ടി വരുന്ന ലീഗാണ്. കോൺഗ്രസിന് പ്രശ്നമൊന്നുമില്ല. കോൺഗ്രസ് എല്ലാ സംസ്ഥാനങ്ങളിലും PMC പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. രാജസ്ഥാനിൽ, ഹിമാചൽ പ്രദേശിൽ, കർണാടകയിൽ, തെലങ്കാനയിൽ കോൺഗ്രസ് ഭരിച്ച എല്ലാ സംസ്ഥാനത്തും PMC ഉണ്ട്. പക്ഷേ PMCക്കെതിരെ ശക്തമായ പ്രത്യയശാസ്ത്ര നിലപാടെടുത്തത് ലീഗാണ്. ആ ലീഗിനെയാണ് നിങ്ങളിപ്പോൾ വഞ്ചിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു വിഭാഗം പറയുന്നത്. എന്തായാലും ലീഗിന്റെ വിയോജിപ്പിനെ മറികടന്നാണ് ഈ തീരുമാനമെങ്കിൽ അതിന് UDF കനത്ത വില നൽകേണ്ടി വരും.